ഇംഗ്ലീഷ് ഫിലിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് കംപ്ലീറ്റായി പഠിപ്പിക്കുന്ന യൂട്യൂബ് വീഡിയോ സീരീസിലെ 6ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു അല്ലേ? ടെൻസസ് പഠിച്ചു. ടെൻസസ് നമ്മൾ കംപ്ലീറ്റായി പഠിച്ചില്ല. എന്തൊക്കെ കാര്യങ്ങൾ അത്യാവശ്യമാണോ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ഈസി ആയിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്തുകൊണ്ടാണ് പഠിച്ചത്? നമ്മൾ എപ്പോഴും എല്ലാവരും പറയാറുണ്ട് നമുക്ക് എന്തുണ്ട്, നമുക്ക് ടെൻസസ് അറിയാം, ഗ്രാമർ നല്ലോണം അറിയാം, പക്ഷെ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. എന്നാൽ ആരെങ്കിലും സംസാരിക്കുന്ന കേട്ടാൽ നമുക്ക് മനസ്സിലാവും, നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? ഒന്നാമത്തെ കാര്യം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നില്ല. രണ്ടാമത്തെ കാര്യം നമ്മൾ സംസാരിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത് ചോദ്യം ചോദിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? നമുക്ക് കേൾക്കും മനസ്സിലാവുന്ന, അവർ പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്, നമുക്ക് അവരോട് ചോദിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? നമുക്ക് ചോദ്യം ചോദിക്കാൻ അറിയില്ല അല്ലേ? അപ്പോൾ നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് WH ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലേ? അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് WH ക്വസ്റ്റ്യൻസ്. ഇത് നമ്മൾ വളരെ ഇമ്പോർട്ടൻസ് ആണ്. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിയാൽ മതി, നമ്മുടെ മാതൃഭാഷ മലയാളമാണേലും എന്ത് നമ്മൾ സംസാരിക്കും, നമ്മൾ കൂടുതലും ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അപ്പോഴല്ലേ അയാൾ ആൻസർ പറയുള്ളൂ. സ്റ്റേറ്റ്മെൻറ്റ് വളരെ കുറവാണ്. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ടെൻസസ് ഒക്കെ പഠിക്കുന്നത് സ്റ്റേറ്റ്മെൻറ്റിലാണ് പഠിക്കുക. സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആൻസർ ഒന്ന് കൂട്ടിക്കോ. സ്റ്റേറ്റ്മെൻറ്റിലാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഓർമ്മ വരും, പക്ഷേ ക്വസ്റ്റ്യൻ ചോദിക്കാൻ നമുക്ക് കൂടുതൽ അറിയില്ല. മനസ്സിലായല്ലോ? നീ വരുന്നോ എന്ന് ചോദിക്കാൻ നമ്മൾ എന്ത് ചോദിക്കും? വുഡ് യു ലൈക്ക് ടു കം എന്ന് ചോദിക്കാം അല്ലേ? യു കം റൈറ്റ് എന്നൊക്കെ അല്ലേ നമ്മൾ ചോദിക്കുക? അങ്ങനെയല്ല, നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കണം. വുഡ് യു ലൈക്ക് ടു കം, അല്ലെങ്കിൽ ഡു യു സ്റ്റഡി ഇംഗ്ലീഷ്, നീ ഇംഗ്ലീഷ് പഠിക്കുകയാണ്, ആർ യു പ്ലേയിങ്, വാട്ട് ആർ യു ഡൂയിങ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ക്വസ്റ്റ്യൻസ് പഠിക്കണം. നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇനി നമ്മൾ WH ക്വസ്റ്റ്യൻസ് ആണ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് അറിയത്തില്ലാത്തവർ പോയി കാണാം. ഇന്ന് നമ്മൾ നോക്കുന്നത് WH ക്വസ്റ്റ്യൻസ്. അതിനകത്ത് ആദ്യം ഹൂ എന്ന അർത്ഥം എന്താണ്? ആര് എന്നുള്ള ഇത് വരും അല്ലേ? അതിൽ നമുക്ക് എന്ത് ചോദിക്കാൻ പറ്റും? നീ ആരാണെന്ന് ചോദിക്കില്ലേ? നീ ആരാണ്, നിങ്ങൾ ആരാണ് എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ? അതിനുവേണ്ടി നമ്മൾ എന്താ ചോദിക്കേണ്ടത്? ഹു ആർ യു. ഞാൻ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഓക്സിലറി വെർബ് എന്തിനു മുന്നേ വെക്കണം? സബ്ജക്റ്റിന് മുന്നേ വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ സെയിം റൂൾ തന്നെയാണ് ഇവിടെയും. അപ്പം അത് ശരിക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കൺഫ്യൂഷൻ വരാൻ ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഇല്ല. എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞാൽ സബ്ജക്റ്റിന് മുന്നേ നമ്മൾ ഓക്സിലറി വെർബ് വെക്കുക. ഇവിടെ നോക്കൂ, ഹു ആർ യു. മനസ്സിലായോ? അതാണ് ഇതിൻ്റെ സിസ്റ്റം. ഇനി ഹൂ ഡിഡ് ദിസ് ജോബ്. നോക്കൂ, ആരാണ് ഈ ജോലി ചെയ്തത്? നമുക്കിപ്പോൾ ചോദിക്കണ്ടേ, ഈ ജോലി ആരാണ് ചെയ്തതെന്ന് ചോദിക്കണമെങ്കിൽ എന്ത് ചോദിക്കണം? ഹൂ ഡിഡ് ദിസ് ജോബ്. കണ്ടോ, ദിസിന് മുന്നേ എന്ത് വന്നു? ഡിഡ് ഓക്സിലറി വെർബ്. മനസ്സിലായല്ലോ? ഇനി ഹൂ ഈസ് യുവർ ഫാദർ. ആരാണ് നിങ്ങളുടെ അച്ഛൻ എന്ന് ചോദിക്കില്ല, അല്ലെങ്കിൽ ആരാണ് നിങ്ങളുടെ ബ്രദർ, ആരാണ് നിങ്ങളുടെ സിസ്റ്റർ, ആരാണ് നിങ്ങളുടെ ടീച്ചർ എന്നൊക്കെ ചോദിക്കണം. ഹൂ ഈസ് യുവർ ഫാദർ, ഹൂ ഈസ് യുവർ മദർ, ഹൂ ഈസ് യുവർ സിസ്റ്റർ, ഹൂ ഈസ് യുവർ ടീച്ചർ എന്നൊക്കെ നമുക്ക് ചോദിക്കാം. ഇവിടെ മാത്സ് ടീച്ചർ, ഇംഗ്ലീഷ് ടീച്ചർ വേണമെങ്കിലോ ഹൂ ഈസ് യുവർ മാത്സ് ടീച്ചർ എന്ന് ചോദിച്ചാൽ പോലെ, മാത്തമാറ്റിക്സ് ടീച്ചർ എന്ന് ചോദിക്കാം, സോഷ്യൽ സയൻസ് ടീച്ചർ എന്ന് ചോദിക്കാം. എന്ത് വേണമെങ്കിലും നമുക്ക് ഹൂ ഈസ് യുവർ ഫാദർ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചോദിക്കാൻ പറ്റും. ഇനി എന്ത് ചോദിക്കാൻ പറ്റും? ഹൂ ഈസ് ഹി. അദ്ദേഹം ആരാണ്, അല്ലെങ്കിൽ അവൻ ആരാണ്. നമ്മളിപ്പം ആരോടെങ്കിലും നമ്മൾ വേറെ രണ്ടുപേരും നടന്നുകൊണ്ട് പോകുമ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പറയത്തില്ലേ, അവൻ ആരാണെന്ന് നമ്മൾ ചോദിക്കത്തില്ലേ? അവൻ്റെ കൂടെ പോകുന്നവൻ ആരാണ്? ഹൂ ഈസ് ഹി എന്ന് പറഞ്ഞാൽ മതി. ഇനി വാട്ട് എന്ന് പറഞ്ഞാൽ എന്ത് എന്നുള്ള അർത്ഥത്തിലാണ്. എന്ത് അല്ലേ? എന്താണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് ചോദിക്കില്ലേ? അപ്പോൾ വാട്ട് ആർ യു ഡൂയിങ് എന്നല്ലേ ചോദിക്കുക? എന്താണ് ചെയ്യുന്നത്? വാട്ട് ആർ യു ഡൂയിങ് അല്ലേ? ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന വാട്ട് ഈസ് യുവർ നെയിം, അത് നമ്മൾ കോമൺ ആയിട്ടുള്ളതാണ്. പേര് ചോദിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ചോദിക്കുന്നത്, വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിക്കാൻ പറ്റും, പേരറിയണമെങ്കിൽ. വാട്ട് ഈസ് യുവർ ഫാദർ. ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. വാട്ട് ഈസ് യുവർ ഫാദർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് നിങ്ങളുടെ ഫാദർ എന്നാണ്. എന്താണെന്നുള്ളതിന് അർത്ഥം എന്താ? നിങ്ങളുടെ ഫാദറിൻ്റെ ജോലി എന്താണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് നിങ്ങളുടെ ഫാദറിൻ്റെ ജോലി എന്താണെന്ന് ചോദിക്കാം. വാട്ട് ഈസ് യുവർ ഫാദർ ഡൂയിങ് എന്നൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. വാട്ട് ഈസ് യുവർ ഫാദർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇത്രയും ചോദിച്ചാൽ മതി, വാട്ട് ഈസ് യുവർ ഫാദർ. ഇനിയോ വാട്ട് ആർ യു ഡൂയിങ്, ഞാൻ അത് ആദ്യം പറഞ്ഞതാ. വാട്ട് ആർ യു ഡൂയിങ്, നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, നിങ്ങളുടെ ജോലി എന്താണെന്ന് ചോദിക്കുന്നതിനും നിങ്ങളിപ്പോൾ എന്താണെന്ന് ചോദിക്കുന്നതിനും ചെറിയൊരു വ്യത്യാസമുണ്ട്. മനസ്സിലായോ? വാട്ട് ആർ യു ഡൂയിങ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ എന്നോടിപ്പോൾ വാട്ട് ആർ യു ഡൂയിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മറുപടി ഐ ആം ടീച്ചിങ് എന്ന് പറയും. മനസ്സിലായി? നിങ്ങളോട് ആരെങ്കിലും വാട്ട് ആർ യു ഡൂയിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മറുപടി പറയേണ്ട ഐ ആം സ്റ്റഡിയിങ് എന്ന് പറയണം. മനസ്സിലായോ?
വാട്ട് ഈസ് യുവർ ഫാദർ, വാട്ട് ഈസ് യുവർ നെയിം ഞാൻ പറഞ്ഞു, അത് നമുക്കറിയാം. മൈ നെയിം ഈസ് പ്രതീഷ് എന്ന് പറയും. വാട്ട് ഈസ് യുവർ ഫാദർ എന്ന് ചോദിക്കുമ്പോൾ ഫാദർ എന്ത് ചെയ്യുന്നു? മൈ ഫാദർ ഈസ് എ ഗവൺമെൻറ് എംപ്ലോയി എന്നോ മൈ ഫാദർ ഈസ് എ കൂലി എന്നോ മൈ ഫാദർ ഈസ് എ ബിസിനസ് മാൻ എന്നോ നമുക്ക് പറയാൻ പറ്റും. ഇവിടെ വാട്ട് ആർ യു ഡൂയിങ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എന്നോടിപ്പോൾ ഒരാൾ വാട്ട് ആർ യു ഡൂയിങ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഐ ആം ടീച്ചിങ് എന്ന് പറയും. നിങ്ങളോട് ഈ സമയത്ത്, നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും ചോദിക്കുകയാണ് വാട്ട് ആർ യു ഡൂയിങ് എന്ന് പറഞ്ഞാൽ ഐ ആം ലേണിംഗ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഐ ആം സ്റ്റഡിങ് ഇംഗ്ലീഷ് എന്ന് നമ്മൾ പറയും. മനസ്സിലായോ? ഇനി വാട്ട് ഡു യു ഡു, ഇപ്പം നിങ്ങൾക്ക് എന്താണ് ജോലി എന്ന് നമ്മൾ ചോദിക്കണമെങ്കിൽ നമ്മൾ എന്ത് പറയും? വാട്ട് ഡു യു ഡു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അപ്പം ഞാൻ പറയും ഐ ആം എ ഗവൺമെൻറ് എംപ്ലോയി അല്ലെങ്കിൽ ഐ ആം എ ടീച്ചർ. അതാണ് വാട്ട് ഡു യു ഡുവിൻ്റെ അർത്ഥം. മനസ്സിലായോ? വാട്ട് ഡു യു ഡു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജോലി എന്താണെന്നാണ് അർത്ഥം. വാട്ട് ഈസ് യുവർ ജോബ് എന്ന് ചോദിക്കാം. വാട്ട് ഡു യു ഡു എന്ന് വാട്ട് ആർ യു ഡൂയിങ്ങും വാട്ട് ഡു യു ഡു എന്ന് പറഞ്ഞാലും അതിൻ്റെ ഡിഫറൻസ് ഇതാണ്. വാട്ട് ആർ യു ഡൂയിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സമയത്ത് എന്ത് ചെയ്യുന്നു അതിനെ വാട്ട് ആർ യു ഡൂയിങ് എന്ന് ചോദിക്കും. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഐ ആം ടീച്ചിങ് എന്ന് പറയും. വാട്ട് ഡു യു ഡു എന്ന് ചോദിച്ചാൽ ഐ ആം എ ടീച്ചർ അല്ലെങ്കിൽ ഐ ആം എ ഗവൺമെൻറ് എംപ്ലോയി എന്ന് എനിക്ക് പറയാൻ പറ്റും. ഇനി വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെൻറ്റൻസ് ആണ് വാട്ട് വെച്ചിട്ടുള്ളത്. വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു, നമ്മളിപ്പോൾ ഒരാളെ കാണുമ്പോൾ ഞാൻ നിങ്ങളെ സഹായിക്കട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരാളെ കാണുമ്പോൾ അയാൾ വന്ന് നമ്മുടെ അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു, നിങ്ങൾക്ക് വേണ്ടി എനിക്ക് എന്താണ് ചെയ്യാൻ കഴിയും. ഇത് നിങ്ങൾ മാത്രമല്ല ഏതെങ്കിലും റിസപ്ഷനിലൊക്കെ പോയി കഴിഞ്ഞാലും നിങ്ങളോട് അവർ ചോദിക്കുന്ന ചോദ്യം വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു എന്ന് ചോദിക്കും. മനസ്സിലായോ? ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി വെൻ എന്ന് പറഞ്ഞാൽ എപ്പോൾ, സമയത്ത് സൂചിപ്പിക്കുന്നതാണിത്. സമയം, നമുക്ക് സമയത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ വെന്ന് പറയും. വെൻ ഡിഡ് യു കം, നോക്കൂ, വെൻ ഡിഡ് യു കം. ഞാൻ ടെൻസിലോട്ടും വേറെ അർത്ഥത്തിലോട്ടും ഒന്നും പോകുന്നില്ല. അതായത് നീ എപ്പോൾ വന്നു എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? വെൻ ഡിഡ് യു കം എന്ന് ചോദിക്കാൻ പറ്റും. നീ എപ്പോൾ വന്നു എന്ന് നമ്മൾ ചോദിക്കില്ലേ? വെൻ ഡിഡ് യു കം. വെൻ വിൽ യു ഗോ, കണ്ടോ, നീ എപ്പോൾ പോവും അല്ലെങ്കിൽ നിങ്ങളെപ്പോൾ പോവും. വെൻ വിൽ യു ഗോ, നിങ്ങളെപ്പോൾ പോവും. എപ്പോൾ പോകുമെന്ന് ചോദിക്കുമ്പോൾ മറുപടി അറിയില്ല, ഐ വിൽ ഗോ ടുമോറോ അല്ലേ എന്തെങ്കിലും പറയും. വെൻ ഡസ് ദ ബസ് റീച്ച് ഹിയർ, എപ്പോഴാണ് ആ ബസ് ഇവിടെ എത്തിച്ചേരുന്നത്? വെൻ ഡസ് ദ ബസ് റീച്ച് ഹിയർ, ആ ബസ് എപ്പോഴാണ് ഇവിടെ എത്തിച്ചേരുന്നത്? വെൻ ഡസ് ദ ബസ് റീച്ച് ഹിയർ. ഇനി അപ്പോൾ നമ്മൾ മറുപടി പറയും ഇറ്റ് വിൽ റീച്ച് അറ്റ് 5 o'clock എന്ന് പറയാം. വെൻ ഡസ് ദ ബസ് റീച്ച് ഹിയർ എന്ന് പറയാം. ഇറ്റ് വിൽ റീച്ച് അറ്റ് 5 o'clock എന്ന് പറയാം. വെൻ ഹാസ് ഹി റിട്ടൺ ദ നോവൽ, എപ്പോഴാണ് അവൻ ഈ നോവൽ എഴുതിയത്? എപ്പോഴാണ് അവൻ അല്ലെങ്കിൽ അദ്ദേഹം ഈ നോവൽ എഴുതിയത്? അപ്പോൾ എന്ത് പറയാൻ പറ്റും? ഹി ഹാസ് റിട്ടൺ പ്രീവിയസ് ഇയർ എന്ന് പറയാം അല്ലേ, അല്ലെങ്കിൽ ഹി റോട്ട് ദിസ് നോവൽ പ്രീവിയസ് ഇയർ എന്ന് പറയാം. അങ്ങനെ നമുക്ക് ഒരു ആൻസർ പറയാൻ പറ്റും. ഞാനൊരു ക്വസ്റ്റ്യൻ ഇട്ടുന്നേ ഉള്ളൂ, നിങ്ങൾക്ക് ഇതിൽ എന്ത് വേണമെങ്കിലും ചോദിക്കാൻ പറ്റും. ഇനി വെയർ, എവിടെ, നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ വേണ്ടേ? ഇപ്പം വെയർ ഈസ് മൈ ബുക്ക്, ഇപ്പം എൻ്റെ ബുക്ക് എവിടെയെന്ന് ചോദിക്കണമെങ്കിൽ വെയർ ഈസ് മൈ ബുക്ക് എന്ന് ചോദിക്കാൻ പറ്റും. മനസ്സിലായി? അതിന് വേണ്ടിയിട്ടാണ് വെയർ, എവിടെ എന്നുള്ള അർത്ഥത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെയർ ഉപയോഗിക്കുന്നത്. നോക്കൂ, വെയർ ആർ യു ഗോയിങ്, എവിടേക്കാണ് നിങ്ങൾ പോകുന്നത് അല്ലെങ്കിൽ എങ്ങോട്ടേക്കാണ് നിങ്ങൾ പോകുന്നത് എന്നുള്ള അർത്ഥത്തിന് നമുക്ക് എന്ത് ചോദിക്കാൻ പറ്റും? വെയർ ആർ യു ഗോയിങ്. അപ്പം നമുക്ക് എന്താ പറയുക? ഐ എം ഗോയിങ് ടു ചർച്ച്, ഐ എം ഗോയിങ് ടു സ്കൂൾ, എവിടെയാണോ പോകുന്നത് അവിടെ ഐ എം ഗോയിങ് ടു മാർക്കറ്റ്, എന്ത് വേണമെങ്കിലും പറയാം. വെയർ ആർ യു ഗോയിങ്, ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇനി വെയർ ആർ യു ഫ്രം, ഇവിടെ നോക്കൂ, വെയർ ആർ യു ഫ്രം എന്നുള്ളതിന് എന്താണ് അർത്ഥം? നിങ്ങൾ എവിടെ നിന്നെന്നുള്ളതാണ്. നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്, എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്, അതാണ് വെയർ ആർ യു ഫ്രം എന്നുള്ളതിനർത്ഥം. ഇതിനകത്ത് നമുക്ക് ഒരു കാര്യം കൂടെ ഉള്ളത്, വെയർ ഡസ് ദ ട്രെയിൻ കം ഫ്രം. ഓക്കെ, അത് ഞാൻ എഴുതിയിട്ടില്ല, ഞാൻ പറഞ്ഞുതരാം, എനിക്കിപ്പോൾ ഓർമ്മ വന്നപ്പോഴാണ്. വെയർ ആർ യു ഫ്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ? നിങ്ങൾ എവിടെ നിന്നുള്ളതാണ്. ഐ ആം ഫ്രം കേരള എന്ന് പറയാം. അല്ലെങ്കിൽ ഇപ്പം കേരളത്തിനകത്ത് ഐ ആം ഫ്രം ട്രിവാൻഡ്രം, ഐ ആം ഫ്രം കൊച്ചിൻ, ഐ ആം ഫ്രം കാലിക്കറ്റ്, എന്ത് വേണമെങ്കിലും നമുക്ക് പറയാൻ പറ്റും. ഇതിൻ്റെ ആൻസർ വെയർ ആർ യു ഫ്രം. ഇനി വെയർ ഡു യു ലിവ് എന്ന് ചോദിക്കണതിന് വ്യത്യാസമുണ്ട്. വെയർ ഡു യു ലിവ് എന്ന് ചോദിക്കുക ഇപ്പോൾ പ്രസൻ്റ് ആണ്. വെയർ ഡു യു ബിലോങ്സ് ടു എന്ന് ചോദിക്കുന്നതും വെയർ ഡു യു ലിവ് എന്ന് ചോദിക്കുന്നതിന് ഡിഫറൻസ് ഉണ്ട്. വെയർ ഡു യു ലിവ് എന്ന് ചോദിക്കുന്നത് ഇപ്പോൾ പ്രസൻറ്റിൽ നിങ്ങൾ എവിടെ താമസിക്കുന്നു എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അതായത് നമ്മളിപ്പോൾ ചെന്നൈയിലാണ് ഇപ്പോൾ താമസിക്കുന്നതെങ്കിൽ നമ്മൾ പറയണേ ഐ ലിവ് ഇൻ ചെന്നൈ. ഐ ആം ഫ്രം കേരള എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഞാൻ കേരളത്തിൽ നിന്നാണ്, എൻ്റെ സ്വദേശം കേരളമാണെന്നാണ് അർത്ഥം. അല്ലെങ്കിൽ ഐ ബിലോങ്സ് ടു കേരള എന്ന് പറഞ്ഞാലും എന്താണ്? ഞാൻ കേരളത്തിൽ നിന്നാണ്. പക്ഷേ ഐ ലിവ് ഇൻ ചെന്നൈ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ താമസിക്കുന്നു എന്നുള്ള ഒരർത്ഥം അവിടെ വരും. മനസ്സിലായല്ലോ? ഇനി വെയർ ഡസ് ദ ട്രെയിൻ കം ഫ്രം, ഈ ട്രെയിൻ എവിടെ നിന്നാണ് വരുന്നത്? ദിസ് ട്രെയിൻ കംസ് ഫ്രം, എന്താ പറയണ്ടേ? കൊച്ചി, എറണാകുളം, എന്ത് വേണമെങ്കിൽ ഏത് സ്ഥലത്തു നിന്നാണോ വരുന്നത് ആ സ്ഥലം പറഞ്ഞാൽ മതി.
ഇനി വേർ ക്യാൻ വി ഗോ നൗ, നമുക്കിപ്പോൾ എവിടെ പോകാൻ കഴിയും? നമുക്കിപ്പോൾ വേർ ക്യാൻ വി ഗോ നൗ, നമുക്കിപ്പോൾ എവിടെ പോകാൻ കഴിയും? ഇനി വൈ, വൈ എന്ന് പറഞ്ഞാൽ എന്തിന് എന്നുള്ളൊരർത്ഥത്തിൽ നമുക്കിത് വൈ ഉപയോഗിക്കാൻ പറ്റും. വൈ ഡിഡ് യു കം ഹിയർ, എന്തിനു വേണ്ടിയിട്ടാണ് നീ ഇവിടെ വന്നത്? എന്തിനാണ് നീ ഇവിടെ വന്നത്? വൈ ഡിഡ് യു കം ഹിയർ? ഐ കെയിം ഹിയർ ടു മീറ്റ് സംബഡി, അല്ലേ? ഐ കെയിം ഹിയർ ടു മീറ്റ് സംബഡി പറഞ്ഞൂടെ? ഇനി വൈ ഹാഡ് ദേ ഗോൺ, അവരെന്തുകൊണ്ടാണ് പോയത്? എന്തുകൊണ്ടാണ് അവർ പോയത്? ഇനി വൈ ആർ യു ലാഫിങ്, ഇത് നമ്മൾ ചോദിക്കില്ലേ? ടീച്ചേഴ്സിനൊക്കെ ആവശ്യമുള്ളതാണ്. എന്തിനാണ് നീ ചിരിക്കുന്നത്? അല്ലെ, കുട്ടികളോട് ചോദിക്കും. അല്ലെ, നമ്മൾ സീരിയസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ചിരിക്കുവാണെങ്കിൽ നമുക്ക് ചോദിക്കാൻ പറ്റും. എന്താ? വൈ ആർ യു ലാഫിങ്, വൈ ആർ യു ലാഫിങ്. ഇനി വൈ ആർ യു ലേറ്റ്, വൈ ആർ യു ലേറ്റ്, എന്തുകൊണ്ടാണ് നീ ലേറ്റ് ആയതെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെയാണ് ചോദിക്കുന്നത്. അപ്പം അതിന് റീസൺ നമ്മൾ പറയണം, മറുപടി. ഇനി ഹൂസ്, ഇവിടെ ഹൂസ്, ആരുടെ, ആരുടെ എന്നല്ലേ? നമ്മളിപ്പോൾ ഒരു കാറോ എന്തെങ്കിലും കാണുമ്പോൾ ഹൂസ് ഈസ് ദിസ് കാർ എന്ന് ചോദിക്കും. അപ്പോൾ ഇത് ആരുടേതാണ് ഈ കാറ്, ആരുടേതാണ് ഈ കാർ നമ്മൾ ചോദിക്കാൻ വേണ്ടിയിട്ട് ഹൂസ് ഈസ് ദിസ് കാർ എന്ന് ചോദിക്കാൻ പറ്റും. ഹൂസ് ഈസ് ദിസ് കാർ, അതേ സെയിം ഇത് തന്നെയാണ് ഇട്ടേക്കുന്നത്. ഹൂസ് ഈസ് ദിസ് ന്യൂ ഹൗസ്, ഈ പുതിയ ഹൗസ് ആരുടേതാണ്? ഈ പുതിയ വീട് ആരുടേതാണ്? ഇനി ഹൂസ് ഈസ് ദിസ് മാംഗോ, ആരുടേതാണ് ഈ മാങ്ങ, അല്ലേ? ആരുടേതാണ് ഈ ബുക്ക്, ആരുടേതാണ് ഈ പേന, എന്ത് ചോദിക്കാനാണെങ്കിലും ഹൂസ് ഈസ് ദിസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താണെന്ന് പറഞ്ഞാൽ മതി. മനസ്സിലായല്ലോ? അപ്പം ആൻസർ അറിയാം. ഹൂസ് ഈസ് ദിസ് കാർ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം, എന്ത് പറയാൻ പറ്റും? മറുപടി എന്ത് പറയാൻ പറ്റും? നിങ്ങൾ തന്നെ ഒന്ന് മറുപടി പറഞ്ഞു നോക്കൂ. ഹൂസ് ഈസ് ദിസ് കാർ, ഇത് ആരുടേതാണ്? ദിസ് ഈസ് മൈ ഫ്രണ്ട്സ് കാർ, അല്ലേ? ദിസ് ഈസ് മൈ ഫ്രണ്ട്സ് കാർ എന്ന് പറഞ്ഞൂടെ? അതുപോലെ ദിസ് ഈസ് മൈ ഫ്രണ്ട്സ് ഹൗസ് എന്ന് പറയാം. ഹൂസ് ഈസ് ദിസ് മാംഗോ എന്ന് പറഞ്ഞാൽ ദിസ് മാംഗോസ് ബിലോങ്സ് ടു മൈ ഫ്രണ്ട് എന്ന് പറയാൻ പറ്റും, അല്ലേ? അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാൻ പറ്റും. ആൻസർ വിച്ച്, അതിൽ നിങ്ങൾക്ക് വലിയ പ്രശ്നം വരത്തില്ല. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത്. ഇത് നിങ്ങൾ ഒന്ന് മനസ്സിരുത്തി പഠിച്ചോളുക. ഇനി വിച്ച് ഈസ് ഹർ പെൻ, വിച്ച് ഈസ് ഹർ പെൻ, ഏതാണ് അവളുടെ പേന? ഇപ്പം 2-3 പേന ഇരിപ്പുണ്ടെങ്കിൽ അപ്പം നമ്മൾ ചോദിക്കുന്നതാണ് ഏതാണ് അവളുടെ പേന, എന്നല്ല ഏതാണ് അവളുടെ ഹൗസ്. വിച്ച് ഈസ് ഹർ ഹൗസ്, വിച്ച് ഈസ് ഹർ കാർ, എന്ത് വേണമെങ്കിലും നമുക്ക് ചോദിക്കാം. ഏതാണ് അവളുടെ എന്ന് ചോദിക്കുന്നതിന് വേണ്ടിയിട്ട്. വിച്ച് ഈസ് യുവർ പെൻ, ഏതാണ് നിങ്ങളുടെ പേന? സെയിം തന്നെയാണ്. വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് കളർ, നിങ്ങളുടെ ഫേവറേറ്റ് കളർ എന്താണ്? മൈ ഫേവറേറ്റ് കളർ ഈസ് റെഡ്, എന്ത് വേണമെങ്കിലും പറയാം. വിച്ച് ഈസ് മൈ പ്ലേസ്, ഏതാണ് എൻ്റെ സ്ഥലം? അതായത് നമ്മളിപ്പം ഇരിക്കാൻ വേണ്ടി പോകുമ്പം കുറേ കസേരകൾ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരാളോട് ചോദിക്കാം വിച്ച് ഈസ് മൈ പ്ലേസ്, എൻ്റെ സ്ഥലം ഏതാണെന്ന് നമുക്ക് ചോദിക്കാൻ പറ്റും. ഓക്കെ. ഇനി ഹൂം എന്നുള്ള ആരെ, ആരെ എന്നുള്ളൊരു അർത്ഥത്തിൽ നമുക്ക് എന്തുപയോഗിക്കാം? ഹൂം ഉപയോഗിക്കാൻ പറ്റും. ഹൂം ഡു യു ബിലീവ്, ഹൂം ഡു യു ബിലീവ്. ഹൂം ഡു ദേ വോണ്ട്, ഹൂം ഡു ദേ വോണ്ട്. ഹൂം ഡു യു ബിലീവ് എന്ന് പറഞ്ഞാൽ ആരെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്, അല്ലേ? ഹൂം ഡു ദേ വാണ്ട്, ആരെയാണ് അവർക്ക് വേണ്ടത്, ആരെയാണ് അവർക്ക് വേണ്ടത്? ദേ വാണ്ട് മിസ്റ്റർ സംബഡി. ഓക്കെ, ആൻസർ അങ്ങനെയാണ് വരിക. ഹൂം ഡു യു വാണ്ട് ടു മീറ്റ്, ഹൂം ഡു യു വാണ്ട് ടു മീറ്റ്. അപ്പോൾ നമ്മൾ എന്ത് പറയണം? ഇത് വേറെ ഒരാളോട് ചോദിക്കുകയാണ്. ഇപ്പോൾ ആരെങ്കിലും വന്ന് നമ്മളിപ്പം ഒരു ഫ്രണ്ട് ഓഫീസിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ചോദിക്കാൻ പറ്റും ഹൂം ഡു യു വാണ്ട് ടു മീറ്റ്, ആരെയാണ് നിങ്ങൾക്ക് മീറ്റ് ചെയ്യേണ്ടത്? ഐ വാണ്ട് ടു മീറ്റ് മിസ്റ്റർ സംബഡി എന്ന് അവർ പറയും, അല്ലെങ്കിൽ മിസ് സംബഡി. ഓക്കെ. ഇനി ഹൂം ഹാഡ് ഹി മെറ്റ്, ആരെയാണ് അദ്ദേഹം മീറ്റ് ചെയ്തത്, ആരെയാണ് അദ്ദേഹം മീറ്റ് ചെയ്തത്? ഹൂം ഹാഡ് ഹി മെറ്റ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി ഹൗ എന്ന് പറഞ്ഞാൽ എങ്ങനെ എന്നുള്ള ചോദ്യം. എങ്ങനെ നമ്മൾ ചോദിക്കത്തില്ല, അതിന് വേണ്ടിയിട്ടാണ്. ഹൗ ആർ യു, എങ്ങനെ ഇരിക്കുന്നു, സുഖാണോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചോദിക്കുന്ന കോമൺ ക്വസ്റ്റ്യൻ ആണ് ഹൗ ആർ യു. ഇത് നമ്മൾ ചോദിക്കും, ഇത് നമുക്ക് എല്ലാവർക്കും ബൈ ഹാർട്ട് ആയതുകൊണ്ട് ഇത് ക്വസ്റ്റ്യൻ ആണെന്നുള്ളത് അറിയാവുന്നത്. ഇത് നമ്മൾ ആരെ കണ്ടാലും നമ്മൾ ചോദിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ അറിയാം, ആ ക്വസ്റ്റ്യൻ ചോദിക്കാൻ അറിയാമെന്നുള്ളതുകൊണ്ട് നമുക്ക് അവിടെ പ്രോബ്ലം വരുന്നില്ല. ഗുഡ് മോർണിംഗ് പറയാൻ അറിയാം, അപ്പോൾ അവിടെ പ്രോബ്ലം വരുന്നില്ല. ബാക്കി ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ നമുക്ക് അറിയാത്തതുകൊണ്ടാണ് നമുക്ക് പ്രോബ്ലം വരുന്നത്. ഹൗ മച്ച് ഈസ് ദിസ് എന്ന് പറഞ്ഞാൽ ഇതിന് എത്ര രൂപയാണെന്ന് ചോദിക്കുന്നതിനാണ് ഹൗ മച്ച് ഈസ് ദിസ്. ഇപ്പം നമ്മളൊരു ഷോപ്പിൽ പോയിട്ട് എന്തെങ്കിലും സാധനം മേടിക്കുവാണെങ്കിൽ ആ സാധനം മേടിക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ വില അറിയണമെങ്കിൽ നമുക്ക് ചോദിക്കേണ്ട ചോദ്യമാണ് ഹൗ മച്ച് ഈസ് ദിസ്. മനസ്സിലായോ? ഇനി എന്താ? ഹൗ ഈസ് ദ ഡേ, ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? ഹൗ ഡു യു ഗെറ്റ് ഹിയർ, എങ്ങനെ നീ ഇവിടെ എത്തി? ഹൗ ഡു യു ഗെറ്റ് ഹിയർ, നീ എങ്ങനെ ഇവിടെ എത്തി? അപ്പോൾ
ഇന്നത്തെ ദിവസത്തിൻ്റെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പഠിക്കുക. ക്വസ്റ്റ്യൻ ചോദിക്കൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്ത് എന്ത് ചെയ്താൽ മതി, വാക്കുകൾ മാത്രം മാറ്റി വെച്ചാൽ മതി, വാക്കുകൾ മാത്രം മാറ്റി പിടിക്കുക. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യൻസ് വളരെ ഭംഗിയായിട്ട് ചോദിക്കാൻ പറ്റും. അപ്പം ഇത്രയും നേരം നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടതിൽ വളരെ സന്തോഷം. താങ്ക് യു വെരി മച്ച്. ഒപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ക്ലാരിഫിക്കേഷൻ തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ക്ലാസ് കാണുന്നവരെ താങ്ക് യു വെരി മച്ച്.